ഇതുവരെ വിളിക്കാതെ എന്തൊരു കഷ്ടം. അതെ മാഡം എന്തുറക്കാതെ എന്തുറക്കറങ്ങ് എന്താ എന്താ ഞാന് എന്റെ പശുവിന് സുഖല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി വന്നാ ഈ കൂട്ടർ ആടിനും എന്താ പട്ടിയൊക്കെ കടിച്ചിട്ട് ഇടക്കറായിട്ട് കിടക്കും. ഞങ്ങള് രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുക. നിങ്ങളോട് രാവിലെ ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്താ ഈ പറഞ്ഞത്? പിന്നെ രാവിലെ ഞങ്ങൾ ഇങ്ങടല്ലാണ്ട് അങ്ങടാ പോവാ അവൾക്ക് വയ്യാണ്ടായാല്? ഇവിടെ എല്ലാത്തിനും നേരവും കാലവും സമയമൊക്കെ ഉണ്ട്. ഡോക്ടർ വരാനും രോഗികളെ നോക്കാനൊക്കെ. അതിപ്പോ സമയം എത്ര വെച്ചിട്ട് അങ്ങടെ വിചാരം? സമയം 10:30. 10 മണി മുതൽ 3:30 വരെ അല്ലേ ഇവിടുത്തെ സമയം? അത് ഗവൺമെന്റ് പറയുന്ന സമയം. ഞങ്ങൾക്ക് വേറെ സമയമുണ്ട്. ഡോക്ടർ അങ്ങനെ പറയരുത്. വന്ന് എന്റെ അമ്മനെ ഒന്ന് നോക്കണം. അമ്മേനെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മയല്ല, എന്റെ മോൾ അമ്മനെ ഒന്ന് നോക്കണം. ചിന്ത ദൈവമേ, നിങ്ങൾ ഇത് എവിടെയാ വന്നിരിക്കണെന്നാ വിചാരിച്ചേ? ഇത് മൃഗാശുപത്രിയാണ്. മക്കളെയൊക്കെ വേറെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി കാണിക്കണം. അമ്മണി പറഞ്ഞ ആ കുട്ട ആടാണ്. ഡോക്ടർ ഒന്ന് വന്ന് നോക്കൂ ഡോക്ടറെ. ഓ എന്റെ കൊച്ചെ, ഞാൻ ഇവിടുത്തെ ഡോക്ടർ അല്ല. ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ പിന്നെ ആരാണ് നിങ്ങള്? ഞാൻ ഇവിടുത്തെ സൂപ്പർ. സൂപ്പറാ? തൂപ്പുകാരിയാണ് ഇക്ക. അത് നേര് ഇതപ്പണ്ടായി ഇവിടെ വന്ന് പറഞ്ഞ നമ്മള് ഇതെവിടെ എപ്പഴാ വരിക? അപ്പൊ ഈ ഡോക്ടർ ശരിക്കുള്ള ആള് നിങ്ങൾ പുറത്തു പോയിരിക്കുന്നേ. ഡോക്ടർ വരുമ്പോ ഞാൻ വിളിക്കും. അങ്ങനെ പുറത്തു പോയിരിക്കും എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണികളാ. അതിന് സുഖമില്ല. അന്ന് അവിടെ നിന്നോ. ഡോക്ടർ വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്ത് പാടിത്? എന്താണ് ഇവര് ഇങ്ങനെയൊക്കെ പറയണ? ആദ്യം അഹങ്കാരം കുറയ്ക്കണം. ഈ ഡോക്ടറുടെ കസാരയിലും കയറി കുത്തിയിരുന്നിട്ട് പിന്നെ അങ്ങനെ അഹങ്കാരം കുറയ്ക്കും. ഇവിടെ മിണ്ടാപ്രാണികളായിട്ടുള്ള 2 ജീവികൾക്ക് സുഖമില്ലാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ജാതി വർത്താനം അങ്ങനെ പറയാ. ഇന്റെ ഒരു പശുവിന് വയ്യാണ്ട് കൊണ്ടുവന്നിട്ട് മണിക്കൂർ ഒന്നായി. ഇനി നമ്മളല്ലല്ലോ നോക്കല്, ഡോക്ടറല്ലേ. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാ പോരെ. അത് തന്നെയല്ലേ മലയാളത്തിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത്. എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? കുത്തിരിക്കണേ? ഞാൻ പൊടി എനിക്ക് എനിക്ക് വേറെ കസേരയൊക്കെ ഉണ്ട്. 10 മണിക്ക് ശേഷമാണ് നിങ്ങൾ കേൾക്കണ്ട. 10 മണിക്ക് ശേഷം ഡോക്ടർ ഇങ്ങോട്ട് വരുള്ളൂ. എന്നിട്ട് അവിടെ പരിശോധന ഉള്ളൂ. അപ്പൊ 10 മണിക്ക് ശേഷം ആയിട്ടില്ല. ഡോക്ടർമാരാണ് ഒരു വരുന്ന ബൈക്ക് പല ബ്ലോക്കിലൊക്കെ കുടുങ്ങിണ്ടാവും. അത് ശരി. ഇവിടെ മൃഗാശുപത്രിയിൽ ഇരിക്കേണ്ട ആൾക്കാർ ബ്ലോക്ക് ഓഫീസിൽ പോയിരുന്ന എങ്ങനെയാണോ? ബ്ലോക്ക് ഓഫീസിലല്ല മനുഷ്യ, മൂപ്പര് വരുന്ന ബൈക്ക് കാറ് ബ്ലോക്ക് ആയിട്ടാണ് ബൈയില്. അങ്ങനെ പുറത്തേക്ക് നോളി, പുറത്തേക്ക് നിക്കി. അടിച്ചു വരിക്കളിച്ചല്ലേ വർത്താനം ചീത്തക്കാൻ നിൽക്കണ്ട. വെറുതെ വരുന്നവരോട് മുഴുവൻ ചാടിക്കയറാൻ നിൽക്കണോ? പെണ്ണിന്റെ വരവ് കണ്ടോ? കോഴി എന്താ പെണ്ണിന്റെ ആടിന് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവളുടെ വേഷം കണ്ടാ പറയോ ആടിന് പറ്റിയെന്ന്? നോക്കട്ടെ ഈ എന്റെ ബൈക്കിന് എന്താ അങ്ങനെ മാറിക്ക്. ഇപ്പൊ ഇവിടുന്ന് അങ്ങടെ ആട്ടി പറഞ്ഞയച്ചിട്ടൊരു മനുഷ്യനെ ഇവിടെ കാണാനും ഇല്ല.